പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ അതിലൊരാളാണല്ലോ. അദ്ദേഹം നേരിട്ട് ഇറങ്ങി വന്ന് പറയാണ്, ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഹിന്ദു MLA വേണം, ഗുരുവായൂരിലെ ഹൈന്ദവ വിശ്വാസികൾക്കുടെ വിശ്വാസം കാത്തുരക്ഷിക്കാനും ഈ മണ്ഡലം നോക്കാനും ഇവിടെ ഒരു ഹിന്ദു MLA വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം അങ്ങ് അംഗീകരിക്കരുത് അതിനെ. സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ന്യൂസ് മലയാളത്തിലെ ഈ ഒരു അവതാരിയെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇവരുടെ പേര് ശ്യാമിലി ശശിധരൻ. കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് തെറ്റിപ്പോയി. ഇവരുടെ പേര് ശ്യാമിലി ശശിധരൻ എന്നാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും. ഈ അടുത്ത കാലത്താണ് ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഇനി എന്തുകൊണ്ട് ഞാൻ ഇവരെ കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എത്ര ധൈര്യത്തോടെയാണ്, എത്ര ആർജവത്തോടെയാണ് ഇവരുടെ അഭിപ്രായം ഒരു മാധ്യമത്തിലൂടെ പറയുന്നു എന്നുള്ളതാണ്. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP-കാരൻ പറഞ്ഞത്, താൻ ഇവിടേക്ക് വന്നത്, ഈ ഗുരുവായൂരിലേക്ക് വന്നത് ഗുരുവായൂരപ്പൻ ക്ഷണിച്ചിട്ടാണ്, ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കും, ഗുരുവായൂരപ്പൻ എന്നെ ജയിപ്പിക്കുമെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അങ്ങനെ ഏറ്റവും തീവ്രവാദപരമായിട്ടുള്ള രീതിയിലാണ് ഗോപാലകൃഷ്ണൻ വോട്ട് ചോദിച്ചു തുടങ്ങിയത്. ആ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് സംസാരിച്ച ഒരാളാണ്. ഇനി ഇവരെ വർത്തമാനങ്ങൾ, ഇവരെ അഭിപ്രായങ്ങൾ ഒന്ന് നിങ്ങൾ കേൾക്കണം. ഇതുപോലെ ശക്തമായ രീതിയിൽ തങ്ങളുടെ അഭിപ്രായം ബോധ്യത്തോട് കൂടിയിട്ട് സമാധാനപരമായി, അത് ശ്രദ്ധിക്കണം കേട്ടോ, സമാധാനപരമായി, വലിയ ഒച്ചും വിളിയൊന്നും ഇല്ലാതെ, വലിയ മേക്കപ്പിൻ്റെ പുട്ടി ഭാവങ്ങളില്ലാതെ, വലിയ കാഴ്ചയ്ക്ക് ഭയങ്കര സൗന്ദര്യം നൽകുന്ന വേഷവിധാനങ്ങളില്ലാതെ എത്ര ലളിതമായിട്ടാണ് ഇവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഹർഷൻ ഇവരുടെ വാക്കുകൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇടപെട്ട് നാശമാക്കുന്നില്ല. 24 പോലെ ഇടപെട്ട് നാശമാക്കി പണ്ടാറടക്കുന്നില്ല. ഇവർ എത്ര വ്യക്തിയായിട്ടാണ് പറയുന്നത്. അവർക്ക് അതിൽ സ്പേസ് നൽകുക, വേണ്ടിടത്ത് സഹായിക്കുക, ഒരു താങ്ങ് കൊടുക്കുക എന്നുള്ളത് അപ്പുറത്ത് ഹർഷൻ ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഇവരുടെ പ്രത്യേകത കേട്ടോ. ഇനി അങ്ങോട്ട് ഇവരുടെ വർത്തമാനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ അഭിമാനിക്കുന്ന മതനിരപേക്ഷ കേരളം എന്നുള്ളൊരു വികാരമുണ്ടല്ലോ, വികാരമോ നമ്മൾ കെട്ടിപ്പടുത്തതുമായ ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അതിന്റെ കടക്കൽ കത്തി വെക്കുന്നത് പോലെയാവും. അത് ഏത് ദൈവം പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾ അത് അംഗീകരിക്കരുതെന്നാണ് എനിക്ക് ആദ്യം പറയാറുള്ളത്. ഇനി അതിൽ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവർ ഈ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. ആദ്യമായിട്ടാണ് ഒരു മാധ്യമത്തിൽ നിന്നുകൊണ്ട് ഏത് ദൈവം പറഞ്ഞാലും, ഇനിയിപ്പോൾ അത് ഗുരുവായൂരപ്പൻ പറഞ്ഞാലും അത് ഗോപാലകൃഷ്ണന് ആരും വോട്ട് ചെയ്യരുത്. ദൈവങ്ങൾ ഇറങ്ങി വന്നിട്ട് പറയാണ് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യാൻ പാടുള്ളൂ, ആ ദൈവത്തെ അടക്കം മാറ്റിമറിച്ചോളണം, നിങ്ങൾക്ക് ബോധ്യമുള്ള, നിങ്ങൾക്ക് രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാൾക്ക് വോട്ട് ചെയ്തോളണം എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ ഒരു അഭിപ്രായം ഒരു പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ വേറൊരു ആങ്കറും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാ തോന്നുന്നത്. നമ്മളെപ്പോഴും ഇതിനെ മതനിരപേക്ഷയുടെ വിളനിലമായി തന്നെ കാണണം എന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും VD സതീശനും എല്ലാവരും മതനിരപേക്ഷക്കായി എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി പരാമർശം പോലും നടക്കുമ്പോൾ മതനിരപേക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനായാലും എല്ലാവരും. അതുകൊണ്ട് ആര് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ പോലും വർഗീയത പ്രൊക്ലെയിം ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് ഇത് കണ്ണടച്ചുകൊണ്ട് മറ്റേതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ആലോചിക്കാതെ തന്നെ ഗോപാലകൃഷ്ണന്റെ തന്നെ പരാമർശം തള്ളിക്കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത്, ഇനി ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്ഥാനാർത്ഥി വന്നു, അദ്ദേഹം ജയിച്ചു, അദ്ദേഹം MLA ആയി എന്ന് തന്നെ ഇരിക്കട്ടെ. NK അക്ബർ ആണല്ലോ അവിടുത്തെ നിലവിലത്തെ MLA. അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് നോക്കാം ഇവിടെ. അപ്പോൾ അതൊരു ഞാൻ ആഗ്രഹിച്ചൊരു സംഗതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നത്. ഗോപാലകൃഷ്ണൻ പറയുന്നത്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഗുരുവായൂരിലൊരു MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രം അവർ തകർക്കും എന്നാണ്. കഴിഞ്ഞ 2 ടേമുകളായിട്ട് മുസ്ലിം MLA-മാരാണ് ഗുരുവായൂർ ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിന് സംഭവിച്ചിട്ടുണ്ടോ? ഇനി അതല്ല, ഗുരുവായൂർ അമ്പലത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഇനി അതാണ് കേൾക്കേണ്ടത്. ആദ്യമായി തന്നെ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നടപ്പാക്കിയ വികസന രേഖയിൽ തന്നെ അദ്ദേഹം ആദ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരിലെ അതിഥി മന്ദിരം, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യമായിരുന്നു അതിഥി മന്ദിരം എന്നുള്ളത്. അവിടെ മുഖ്യമന്ത്രി, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ വരുന്നു. പ്രധാനമന്ത്രി തന്നെ 2019 അവിടെ തുലാഭാരം തൂക്കാനൊക്കെ അവിടെ വന്നിരിക്കുന്നു എന്ന് തുടങ്ങി അവിടെയുള്ള ഭക്തർക്കും ഇതുപോലെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഒക്കെ വരുമ്പോൾ തങ്ങാനുള്ള ഒരു വൃത്തിയുള്ള അതിഥി മന്ദിരം അവിടെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ആവശ്യം കാലങ്ങളായി വരുന്നു. അതിന് 32 കോടി കിഫ്ബിയിൽ നിന്ന് ചെലവിട്ടുകൊണ്ട് അവിടെ ഒരു വലിയ
അതിഥി മന്ദിരം അത്രയധികം വലിയ രീതിയിൽ തന്നെയാണ്. അവിടെ ഗുരുവായൂർ സന്ദർശിക്കുന്ന എല്ലാവർക്കും അത് കാണാവുന്നതാണ്. അത് നേർക്കാഴ്ചയാണ് ഒരു വികസനത്തിന്റെ. അദ്ദേഹം അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഇനി അത് പോട്ടെ, ചാവക്കാട് കോടതി സമുച്ചയം നവീകരണം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഇനി ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള, അവിടെ ആ ലെവൽ ക്രോസ് ഒഴിവാക്കി വരണം എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു. അത് അദ്ദേഹം നടപ്പാക്കിയിരിക്കുന്നു. താലൂക്ക് ആശുപത്രി വികസനം നടപ്പാക്കിയിരിക്കുന്നു 10.5 കോടി ചെലവിട്ടുകൊണ്ട്. ഇനി BMBC നിലവാരത്തിലുള്ള പൊതുമരാമത്ത് റോഡും ആ മണ്ഡലത്തിൽ നടപ്പാക്കിയിരിക്കുന്നു. ഗുരുവായൂർ എന്നുള്ളത് ഗുരുവായൂർ അമ്പലവും ചുറ്റുപാടുമാണെന്ന് വിചാരിക്കരുത്. ഗുരുവായൂർ എന്നുള്ളത് വലിയ മണ്ഡലമാണ് എന്ന് ആലോചിക്കണം. പിന്നെ കാർഷിക വികസന പദ്ധതികളൊക്കെ അദ്ദേഹം നടപ്പാക്കിയിരുന്നു. കടലേറ്റം തടയാനുള്ള കടൽ ഭിത്തികൾ നടപ്പാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഉപ്പുവെള്ള ഭീഷണി മറികടക്കാൻ സ്ലൂയിസുകൾ അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിയാണ്. സർക്കാർ സ്കൂൾ കെട്ടിട നവീകരണം അടക്കം 20-ലധികം സ്കൂളുകൾക്ക് ഇതുപോലെ തന്നെ സാമ്പത്തിക സഹായത്തിലൂടെ ആ നവീകരണമൊക്കെ നടപ്പാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഒരു MLA എന്ന നിലയിൽ, മുസ്ലിം നാമധാരിയായ മതനിരപേക്ഷ കേരളത്തിന്റെ MLA എന്നാണ് ഞാൻ പറയുള്ളൂ. അദ്ദേഹത്തിന് B. ഗോപാലകൃഷ്ണൻ കാണുന്ന കുറവ് ഇതാണെങ്കിൽ പോലും അദ്ദേഹം പക്ഷേ ആ മണ്ഡലത്തിൽ നല്ല വികസനങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും ഇത്തവണ വലിയ ആത്മവിശ്വാസത്തോടെ ജനവിധി തേടാൻ പോകുന്ന, വീണ്ടും ഇത്തവണയും LDF-നായി അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്, ഒരു MLA ആണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കും. അപ്പോൾ മുസ്ലിമായിട്ടുള്ള ആ മനുഷ്യൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അഗതി മന്ദിരം. എത്രയോ കോടി രൂപയാണ്, വേണമെങ്കിൽ അസാരം സമ്പാദ്യം ദിവസവും കുമിഞ്ഞുകൂടുന്ന ഗുരുവായൂർ ആ ഒരു ക്ഷേത്രത്തിന് തന്നെ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ എന്നിട്ട് പോലും ആ ക്ഷേത്രത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഇത്രയും വലിയ തുകയാണ്. അവിടേക്ക് വരുന്ന ഈ VIP-കളായിട്ടുള്ള അല്ലാത്ത ആളുകൾക്കും താമസിക്കാനുള്ള ഒരു ഗംഭീര മന്ദിരം. ഇത് നൽകിയത് ഒരു മുസ്ലിം MLA ആണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഈ മതം തിരയുന്ന സ്ഥാനാർത്ഥികൾ അങ്ങനെയൊക്കെയാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടത്. മതം മാത്രമാണ് ഇവന്മാർ തെരഞ്ഞു വെക്കുന്നത്. മതത്തിൻ്റെ പേരിൽ എങ്ങനെ നമ്മുടെ നാടിനെ വിഭജിക്കാം എന്നുള്ള ഇവന്മാർ ആലോചിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ കണക്കുകളിലേക്ക് പോകേണ്ടതും ഇത്തരം ആളുകളൊക്കെ ശക്തമായിട്ട് അത്തരം കണക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് തുടങ്ങി ഇതിപ്പോ വേറൊരു ഉദാഹരണം പറയാം. 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹം അവിടെ താമരപ്പൂ കൊണ്ടുള്ള ഒരു തുലാഭാരം നടത്തിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അന്ന് ആ പൂ എവിടെ നിന്നാണ് താമരപ്പൂ കൊണ്ടുവന്നത് എന്നുള്ളത് B. ഗോപാലകൃഷ്ണൻ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും അറിയാം എവിടെ നിന്നാണെന്ന്. അത് സത്യത്തിൽ മലപ്പുറം തിരുനാവായയിലുള്ള ഒരു 50ഓളം മുസ്ലിം കുടുംബങ്ങളാണ് വർഷങ്ങളായി ഗുരുവായൂരിലേക്ക് താമരപ്പൂ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇന്ത്യയുടെ തന്നെ ബഹുമാനപ്പെട്ട എല്ലാവരുടെയും, നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രി അവിടെ തുലാഭാരം നടത്തിയിരിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഭരിക്കുകയല്ലേ ഇവിടെ, നന്നായി ഭരിക്കുകയാണല്ലോ ഇവിടെ. അപ്പോൾ അതിലല്ല കാര്യം. അപ്പോൾ B. ഗോപാലകൃഷ്ണൻ സത്യത്തിൽ ഹർഷൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സ്വന്തമായ ഒരു ലൈനിലേക്ക് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിദ്വേഷ പ്രചാരമോ വിദ്വേഷ പ്രചരണമോ വിലപ്പോവില്ല എന്ന് കണ്ടുകൊണ്ടാണ് അവരവരുടെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാറ്റിക്കൊണ്ട് തീർച്ചയായും ഇത്തവണ എൻ്റെ കേരളമല്ല, എൻ്റെ പ്രിയപ്പെട്ട കേരളം എന്ന രീതിയിൽ അവർ ഐ ലവ് മൈ കേരള, അല്ലെ, ഐ ലവ് മൈ കേരളം. എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ, ഇത് ചെറിയൊരു അപകടം പതിയിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആ ഒരു പൂക്കൾ നൽകുന്നത്, ദിവസ പൂജയ്ക്ക് പൂക്കൾ നൽകുന്നത് കുറച്ച് മുസ്ലിങ്ങളാണ്. ഇനിയിപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വെറുതെ നൽകുന്നില്ലല്ലോ, പണം കൊടുത്തിട്ടല്ലേ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും അവരാണ് കാലങ്ങളായിട്ട് അത് കൃഷി ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി അവരുടെ നെഞ്ചത്ത് ആരും കയറാതിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് ചിന്തുള്ളൂ കേട്ടോ. ബബായ്. ഇനിയിപ്പോൾ അത് എന്തുകൊണ്ട് അവരങ്ങനെ കൃഷി ചെയ്ത് ഗുരുവായൂർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞേട്ടെ. ഈ പറയുന്ന തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലം നിൽക്കുന്നത് മലപ്പുറത്താണ്. മുസ്ലിങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ശരി.